ദിവ്യ എങ്ങനെ സാറിനെ കണ്ടു, സാറിന് എങ്ങനെ ദിവ്യക്കും ആ ഒരു സോൾമേറ്റ്സ് മേ ബി ദൈവത്തിന്റെ ഇഷ്ടമായിരിക്കാം. അല്ല, ലോട്ട് ഓഫ് തിങ്സ് ഡോണ്ട് ഹാവ് എൻ എക്സ്പ്ലനേഷൻ. ഞാൻ 2018 ദുബായിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ വരുമ്പോ 2017 ഞാൻ വാങ്ങിച്ചൊരു സ്ഥലമുണ്ട് കണ്ണൂര്. അത് എനിക്കന്ന് ദിവ്യനെ അറിയില്ല, എനിക്കന്ന് കുഞ്ഞുമോൾ അറിയില്ല. ഞാൻ എന്തിന് കണ്ണൂര് വാങ്ങിച്ചു എനിക്കറിയില്ല. ഞാന് കല്യാണത്തിന് മുന്നേ ഫെബ്രുവരിയിലോ മാർച്ചിലോ എങ്ങാണ്ട് എന്റെ ഒരു സുഹൃത്തിനടുത്ത് പറഞ്ഞു ഞാൻ ദിവ്യയെ കാണാൻ പോവാ. എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് ഞാൻ പേര് പറഞ്ഞു. മോനുണ്ട്, മോന് പ്രായം പറഞ്ഞു, എല്ലാം കറക്റ്റ് ആണ്. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്ന് എനിക്കറിയില്ല. മേ ബി അത് ദൈവം തമ്പുരാന്റെ തീരുമാനമായിരിക്കും. അതാ ഞാൻ ചോദിച്ചത്, ആ സോൾസ് അങ്ങനെ ചേരണം എന്ന് ദൈവം തീരുമാനിച്ചതാ, അതുകൊണ്ടായിരിക്കും. ഞാൻ എപ്പോഴും പറയും കുഞ്ഞുമോൾ എന്റെ കൂടെ പത്തരമാറ്റിൽ അഭിനയിച്ചു എന്ന് എല്ലാരും പറയുന്നുണ്ട്. പക്ഷെ ആ യൂണിറ്റിൽ ആകെ 3 ദിവസമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. എന്റെ കൂടെ ആകെ ഒരു കോമ്പിനേഷൻ സീനേ ഉള്ളൂ. എന്റെ അടുത്ത് ഡയലോഗും ഇല്ല. പിന്നെ എങ്ങനെ ഞാൻ സംസാരിച്ചിട്ടില്ല. ആ 3 ദിവസത്തില് ഞാൻ 2 ദിവസം സംസാരിച്ചിട്ടില്ല. ഒരു ദിവസം ആകെ 4-5 വാക്കുകൾ. പക്ഷെ ഞാൻ കുറച്ച് ഇന്റർവ്യൂല് കണ്ടു ദിവ്യ ഇങ്ങനെ പറയുന്നുണ്ട്, എന്നെ മനസ്സിലാക്കി അദ്ദേഹം എന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയും ദിവസം വർക്ക് ചെയ്തിട്ട് ഇങ്ങനെ അത് ഞാൻ ചോദിച്ചു. ഞാൻ അപ്പോഴും എനിക്ക് ഹസ്ബൻഡ് ഉണ്ട് എന്നൊക്കെയാണ് ഞാൻ കേട്ടു ഇന്റർവ്യൂല്. എനിക്ക് ഹസ്ബൻഡ് ഉണ്ട്, മോനുണ്ട്, ഇതെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അതെങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞത് സത്യം.